2047 ഇന്ത്യ വികസിത രാജ്യമാവുമെന്നും ഇന്ത്യ സാമ്പത്തികമായി വലിയ രീതിയിലേക്ക് ഉയരുമെന്നൊക്കെ കേൾക്കുന്നുണ്ട്. എന്താണ് ഈ വികസിത ഭാരതം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? അതാണ് ഈ വികസിത ഭാരതമാവും. വികസിത ഭാരതം എന്തുവാ ഇതിൻ്റെ ഭാരം വരാൻ പോകുന്നു എന്നുള്ള ഒരൊറ്റ മനുഷ്യനെ അറിയത്തില്ല. അപ്പോൾ ഞാനൊന്ന് നോക്കി AI വെച്ച് ഞാനൊന്ന് പ്രോജക്റ്റ് ചെയ്ത് നോക്കി എന്തിനൊക്കെ വരാൻ പോകണം. ഈ വികസിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ശ്വാസകോശമൊക്കെ വികസിക്കുന്ന പോലെ അങ്ങ് വികസിച്ചാൽ മതിയോ? എന്തെങ്കിലും ഫലം കാണണ്ടേ? നോക്കിയപ്പോൾ തന്നെ ഞാൻ ഞെട്ടിപ്പോയി. നമ്മുടെ പെർ ക്യാപിറ്റ ഇൻകം എത്ര എന്നറിയാം? പ്രതിശീർഷ വരുമാനം എത്ര ആവുമെന്നറിയാം? ഊഹിക്കാം. ഓരോരുത്തർക്കും കിട്ടാൻ പോകുന്നത് 200 ലക്ഷം രൂപയാണ്. ഡോളറിൻ്റെ കണക്ക് വെച്ച് 20,000 എന്നാണ്. അന്നത്തേക്ക് ഇതിൻ്റെ 100 രൂപയാകും ഒരു ഡോളറിൻ്റെ വില എന്ന് പറയുന്നത്. അങ്ങനെ വെച്ച് നോക്കുമ്പോൾ നമുക്ക് ഓരോരുത്തർക്കും വരുമാനമെന്ന് പറഞ്ഞ് 200 ലക്ഷം. ചുരുക്കി പറഞ്ഞാൽ സുജയ പാർവതിയുടെ വരുമാനത്തേക്കാൾ കൂടുതലായിരിക്കും ഓരോരുത്തർക്കും കിട്ടുന്നത്. കൊള്ളാമല്ലേ? അന്ന് ജീവിച്ചാൽ മതിയായിരുന്നു അല്ലേ? ഇപ്പോഴേ വേണ്ടായിരുന്നു. നിങ്ങളൊക്കെ എന്തും കാണും. അപ്പോൾ അത് വാങ്ങിക്കാം. ആ ശമ്പളം കിട്ടാൻ പോന്നേ. എൻ്റെ പൊന്നെ, ഇതെല്ലാം കൂടെ എവിടെ കൊണ്ട് വെക്കും? കണ്ണ് തള്ളിപ്പോ. 2-3 അക്കൗണ്ട് തുടങ്ങി. അല്ലേ കാർഡുണ്ടല്ലോ, അന്നൊക്കെ മുഴുവൻ ഡിജിറ്റലായിരിക്കും. കാർഡ് അക്കൗണ്ടിലിങ്ങ് വരിക, കാർഡ് എടുത്ത് പൈസ. എൻ്റെ പൊന്നെ, വിലയും ഇതുപോലെ കൂടുതലായിരിക്കും. അതും കൂടെ ഓർത്തോണം. ഒന്നത്. പിന്നെ ഇത് കഴിഞ്ഞ ദിവസമല്ല, ഇന്നത്തെ പത്രത്തിലാണല്ലോ വാർത്ത വന്നത്. തണ്ടപ്പേര് കിട്ടാഞ്ഞിട്ട് പാവപ്പെട്ട ഒരു കർഷകൻ ജീവൻ ഒടുക്കിയെന്ന്. ഈ തെണ്ടിത്തരം ഇനി ഒരിക്കലും ഉണ്ടാവില്ല. കാരണം നമ്മൾ എന്തെങ്കിലും ഒന്ന് വാങ്ങിക്കാൻ ഗവൺമെൻറ് സർവീസ് ചെല്ലുമ്പോൾ അവൻ യജമാനും നമ്മൾ അടിമകളുമായിട്ട് അങ്ങോട്ടിരുന്നും കൊണ്ട് പോയിട്ട് അടുത്ത ആഴ്ച വാ, ചെരുപ്പെല്ലാം തേഞ്ഞ് പിന്നെ അടുത്ത ആഴ്ച വരുന്നോട്ടെ. ഇത് ശരിയായിട്ടില്ല. ക്ലാർക്ക് ടൂറിലാണ്, തായ്ലാൻഡിലേക്ക് പോയിരിക്കുകയാണ്. അവിടെ ഇരിക്കുന്നത് അയാൾ തായ്ലാൻഡിൽ പര്യടനം നടത്താൻ വേണ്ടി പോയിരിക്കും. ഗവേഷണമായിരിക്കും. പിന്നെ നടന്നു 3-4 വട്ടമായി കഴിയുമ്പോൾ ഡിപ്രഷനാവും. അങ്ങനെയാണ് ഈ പാവപ്പെട്ട മനുഷ്യൻ ആത്മഹത്യ ചെയ്ത് കെട്ടി അങ്ങ് തൂങ്ങി. പിന്നെ തണ്ടപ്പേരും വേണ്ടല്ലോ, ഒന്നും വേണ്ടല്ലോ. അവിടെ ചോദിക്കുകയില്ല ഇതൊന്നും മേളിൽ ചെല്ലുമ്പോൾ. അപ്പോൾ അങ്ങനെ അങ്ങ് തീരുമാനിച്ച് അയാൾ അയാളുടെ പാട്ടിന് പോയി. എന്നിട്ടോ ഈ 2047 വരുമ്പോൾ എങ്ങനെയാണെന്നറിയാമോ? നിങ്ങളൊരു സർവീസ് ആവശ്യപ്പെടുന്നു. അവൻ്റെ മുമ്പിലൊന്നും പോകേണ്ട കാര്യമില്ല. ഇവിടെ ഇരുന്നുകൊണ്ട് ഈ സർവീസ് എനിക്ക് വേണം. 2 മിനിറ്റ് കഴിഞ്ഞു നിങ്ങൾക്കൊരു OTP വരുന്നു. OTP ഒന്ന് സെൻഡ് ചെയ്യണേ എന്ന് പറയും. OTP അയച്ചു. നിങ്ങൾക്ക് വേണ്ടതെന്താ? തണ്ടപ്പേര് അല്ലെങ്കിൽ എന്താ വേണ്ടത്? അല്ലെങ്കിൽ വില്ലേജിൽ കരമടച്ചതിൻ്റെ രസീത്, പഴയ റെക്കോർഡ്, എന്ത് വേണോ അത് മുഴുവൻ വന്നു കഴിഞ്ഞ് മൊബൈൽ ഡൗൺലോഡ് ചെയ്യുക, എന്നിട്ട് പ്രിൻ്റ് എടുക്കുക, തീർന്നു. ഇതായിരിക്കും കംപ്ലീറ്റ് ഡിജിറ്റലായിരിക്കും ഇത് വരുന്നത്. എന്നും മാത്രമല്ല, വേറൊരു കാര്യം കുട്ടികളോട് ശ്രദ്ധിക്കാൻ പറയുകയാണ്. പ്രോജക്റ്റ് ചെയ്യപ്പെടുന്ന മേഖല എന്ന് പറഞ്ഞാൽ ഇന്നത്തെ തൊഴിലേ അല്ല. ഇതൊന്നും പഠിച്ചിട്ടൊരു കാര്യവുമില്ല. ആവശ്യമില്ലാതെ നിങ്ങൾ IELTS ഒന്നും പഠിച്ചിട്ട് കാര്യം വരുന്നില്ല. എന്താണെന്നറിയാമോ? അന്യ രാജ്യത്ത് പോയി കഴിഞ്ഞാൽ അവിടുത്തെ ഭാഷ അറിയാൻ വേണ്ടിയിട്ട് നിങ്ങൾ ചെവിയിൽ ചെറിയൊരു ബഡ് വെച്ചാൽ മതി. ആ ഭാഷയിൽ നിന്ന് നിങ്ങളുടെ ഭാഷയിലേക്ക് സംഗതി എല്ലാം ട്രാൻസ്ലേറ്റ് ചെയ്ത് വരും. പിന്നെന്തിനാ ഈ IELTS ഒക്കെ പഠിച്ച് അതിന് 8.5 9.5 റേറ്റിംഗ് ഒക്കെ വാങ്ങിക്കുന്നത്? ഒന്നും ആവശ്യമില്ല. ബഡ് വെച്ച് മുഴുവൻ നിങ്ങൾക്ക് അപ്പം തന്നെ ചിപ്പ് വഴി കിട്ടും ലാംഗ്വേജ്. പിന്നെന്തിനാ ഇതിൻ്റെ ആവശ്യം? അതൊന്നും പോവല്ലേ, വിദേശത്ത് പോകാം. പിന്നെ വേറൊരു കാര്യം, വിദേശത്തേക്ക് പോകേണ്ട ആവശ്യമേ വരുന്നില്ല. ഇവിടെയുള്ള മുഴുവൻ പേർക്കും ഇവിടെ തന്നെ കേരളത്തിൽ തന്നെ തൊഴിൽ കിട്ടും. കേരളമാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ തൊഴിലില്ലാത്ത സംസ്ഥാനം. അവിടുത്തെ തൊഴിൽ ഇല്ലായ്മയുടെ നിരക്ക് എത്രയായിട്ട് കുറയുമെന്നറിയാമോ? 3%. ഇന്നത് എത്രയാണെന്നറിയാമോ? ഏതാണ്ട് 26%. അതാണ് നമ്മൾ ഈ തൊഴിലിന് വേണ്ടി അന്വേഷിക്കുന്ന ആൾക്കാരെ പരമാവധി ആളുകൾ എക്സ്പ്ലോയിറ്റ് ചെയ്യുന്നു. ഇപ്പോൾ തീരെ ശമ്പളം കൊടുക്കാതെ കഠിനമായിട്ട് അധ്വാനിപ്പിക്കുന്ന ഒരു സംസ്കാരമാണ് ഇപ്പോൾ കേരളത്തിൻ്റേത്. പുതിയ ലേബർ കോഡൊക്കെ വരുന്നുണ്ടെങ്കിലും ഇവിടെ അതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതെല്ലാം അങ്ങ് മാറും. തൊഴിലാളികൾ മുതലാളികളെ പോലെ മാന്യമായിട്ട് ഓഫീസിലിരുന്ന് ആവശ്യത്തിന് വിശ്രമവും ഭക്ഷണവും എല്ലാം കിട്ടത്തക്ക രീതിയിലൊരു അന്തരീക്ഷത്തിലേക്ക് നമ്മൾ പോകും. മനസ്സിലായോ? സ്റ്റാർട്ടപ്പുകൾ കൂടും. സ്വന്തമായിട്ട് എല്ലാവരും മുതലാളിമാരാവാം. സ്വന്തമായിട്ട് ഇപ്പോഴും എല്ലാവരും ചാനൽ ഡയറക്ടർമാരല്ലേ? യൂട്യൂബ് ഒക്കെ വന്ന് എല്ലാവരും യൂട്യൂബർമാരായി കഴിയുമ്പോൾ എല്ലാവരും ചാനൽ ഡയറക്ടർമാരല്ലേ എന്ന് പറയുന്ന പോലെ ഒരു അന്തരീക്ഷത്തിൽ സ്വന്തമായിട്ട് നിങ്ങൾക്ക് സ്റ്റാർട്ടപ്പ് തുടങ്ങി മിടുക്കരാണെങ്കിൽ നല്ല കോടികൾ സമ്പാദിക്കാം. കോടികൾ വേണമെന്ന് ആഗ്രഹമുള്ളവർക്ക്. പിന്നെ പറയപ്പെടുന്നത് തൊഴിൽ പഠിക്കാൻ പോകുന്നവർ ശ്രദ്ധിക്കാൻ പറയുക. അടുത്ത ഒരു 10 വർഷം കൊണ്ട് ആവശ്യമായി വരുന്ന തൊഴിൽ മേഖല
ഒന്ന് ഓഫ് കോഴ്സ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, 2 ഇലക്ട്രോണിക്സ് അസംബ്ലി, അതിന് നല്ല വാല്യൂ ഉണ്ടാവും. പിന്നെ അതുപോലെ ഡിഫൻസ് വലിയ യുദ്ധങ്ങൾ കൂടാൻ പോവുക വികസനമാകുന്നതോടുകൂടി. അതിൽ നല്ല പോലെ ഡിഫൻസ് പേഴ്സണൽ എന്ന് പറഞ്ഞാൽ യുദ്ധം ചെയ്യാൻ പോകുന്നവരല്ല, ഡിഫൻസ് എക്യുപ്മെൻറ്റ് പ്രൈവറ്റായിട്ട് ഉണ്ടാക്കാൻ തയ്യാറുള്ളവർക്ക് വലിയ ചാൻസാണ്. കാരണം കംപ്ലീറ്റ് അങ്ങ് പ്രൈവറ്റൈസേഷനാണ്. ആത്മനിർഭർ ഭാരത് എന്ന് പറഞ്ഞിട്ട് സ്റ്റാർട്ടപ്പുകൾക്കും അതിലേക്ക് സംഭാവന ചെയ്യുക. അങ്ങനെയുണ്ട്. കേരളത്തിൽ തന്നെ ഒരു കപ്പൽ നിർമ്മിച്ച് നൽകിയ സ്റ്റാർട്ടപ്പുണ്ട് ആത്മനിർഭർ ഭാരതിലേക്ക്. കേരളത്തിലെ ഒരു യുവാവ് തന്നെ ചെയ്തിട്ടുണ്ട്. അങ്ങനെ ധാരാളമായിട്ട് നടക്കുന്നുണ്ട്. പിന്നെ മേഖല വരുമ്പോൾ ഇലക്ട്രോണിക് വെഹിക്കിൾസിൻ്റെ മേഖല, ഈ പെട്രോൾ വണ്ടികളുടെ റിപ്പയർ പഠിച്ചിട്ട് ഒരു കാര്യമില്ല. ഇലക്ട്രോണിക് വെഹിക്കിൾസിൻ്റെ റിപ്പയർ പഠിക്കണം. അതുപോലെ തന്നെ ബാറ്ററീസ്, അതിനുള്ള ബാറ്ററീസ് നിർമ്മാണം. നമ്മുടെ ഈ ടോർച്ചിടുന്ന ബാറ്ററി ഒന്നുമല്ല, ഇലക്ട്രോണിക് വെഹിക്കിളിൻ്റെ ബാറ്ററി, ആ ബാറ്ററികളുടെ നിർമ്മാണം, അതിൻ്റെ വിൽപ്പന വലിയ ബിസിനസ്സായിട്ട് മാറും അടുത്ത ഒരു 10 വർഷം കൊണ്ട്. അതുപോലെ തന്നെ സെമി കണ്ടക്ടേഴ്സ് ഇൻഡസ്ട്രി, അതിൻ്റെ എൻജിനീയറിംഗ് മാസ്റ്റർ ചെയ്യാം, ഡിപ്ലോമ മാസ്റ്റർ ചെയ്യാം, എന്തായാലും അത് മുതലാണ്. കാരണം പെട്രോൾ ബങ്കുകളും ഒക്കെ നമ്മുടെ റോഡിൻ്റെ സൈഡിൽ നിന്ന് മാറാൻ പോവുക. കണ്ടോ, അത് അപൂർവമായിട്ട് വരാൻ പോവുക. ഇപ്പം EV ചാർജിങ് സ്റ്റേഷനുകൾ എങ്ങനെ നമ്മൾ അപൂർവമായിട്ട് കാണുന്നോ അതുപോലെ ആയിത്തീരും പെട്രോൾ ബങ്കുകൾ. അതിന് പകരം വരാൻ പോകുന്നത് എന്താണ്? ബാറ്ററി ചാർജിങ് സ്റ്റേഷൻസാണ്. അവിടെയൊക്കെ നല്ല ബാറ്ററി ഉണ്ടാക്കാനും ഉത്പാദിപ്പിക്കാനും മെയിൻറ്റെയിൻ ചെയ്യാനും ഒക്കെയുള്ള തൊഴിലവസരങ്ങൾ ധാരാളമായിട്ട് വരും. പിന്നെ ഓഫ് കോഴ്സ് എല്ലായ്പ്പോഴും ഹെൽത്ത് കെയറിന് നല്ല ഒരു മാർക്കറ്റ് ഉണ്ടാവും, എഡ്യൂക്കെയറിന് നല്ല മാർക്കറ്റ് ഉണ്ടാവും. എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് കംപ്ലീറ്റ് മാറാൻ പോവുക. ഡിഗ്രി എന്ന് പറയുന്നതിന് ഒരു വിലയും ഉണ്ടാവില്ല, ഒരു പേപ്പറിൻ്റെ വില പോലും ഉണ്ടാവില്ല. അതുപോലെ തന്നെ സ്കിൽ സർട്ടിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ അതില്ലാതെ ഒരു ജോലി നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നില്ല. അതുപോലെ നമ്മളിപ്പോൾ ഒരു 25-30 വയസ്സാകുമ്പോഴല്ലേ തൊഴിൽ കിട്ടുക. PSC ടെസ്റ്റ് എഴുതി കിട്ടി, 30ാമത്തെ വയസ്സിലാണ് കയറി ജോയിൻ ചെയ്യാൻ പോകുന്നത്. ഇതങ്ങ് മാറും. എപ്പോഴാണെന്നറിയാമോ ഒരാൾ ജോലിക്കാരനായിട്ട് തീരുന്നത്? 18ാം വയസ്സിൽ. 18ാം വയസ്സ് തൊട്ട് 70 വയസ്സ് വരെ അവൻ ജോലി ചെയ്യും. എത്ര വർഷമാണ്? 50 വർഷത്തെ സർവീസ്. എനിക്ക് 50 വർഷത്തെ സർവീസ് ആവുന്നതേ ഉള്ളൂ എന്ന് പറയും. ഇപ്പോൾ 30 വർഷം, ഞാൻ 30 വർഷം സർവീസ് ചെയ്തു, വലിയ ഡീക്കടിക്കുന്നു. ഞാൻ 30 വർഷം അവിടെ സർവീസ് ചെയ്തു. മിനിമം 50 ആകും അന്നത്തെ കാലത്ത്. 90 വയസ്സ് വരെ നല്ല ആരോഗ്യമായിട്ട് ജീവിച്ചിരിക്കുകയും ചെയ്തു. കാരണം എന്താ? ഹെൽത്ത് കെയർ. പിന്നെ വർക്ക് എല്ലാം ഇവിടെ ഇരുന്ന് ചെയ്യുന്ന പോലെ വർക്ക് ഫ്രം ഹോം ആയിരിക്കും. ഓരോ ഓഫീസിലും വണ്ടി ഓടിച്ച് പോകേണ്ട ആവശ്യം വരത്തില്ല. വീട്ടിൽ ഇരുന്ന് തന്നെ ചെയ്യുക, ഡിജിറ്റലായിട്ട് കാര്യങ്ങളെല്ലാം ചെയ്യുക. പിന്നെ ടൂറിസം നന്നായിട്ട് വളരും, പ്രൊജക്റ്റ് ചെയ്യപ്പെടുന്നതാണ്. അതുപോലെ തന്നെ ഇതൊക്കെയാണ്. നമുക്ക് സമയം കുറവുകൊണ്ട് പറയുന്നില്ല. ഇങ്ങനെയൊക്കെ ശരിക്കും പറഞ്ഞാൽ നമ്മളൊരു സ്വർഗ്ഗ രാജ്യത്തേക്ക് പോവുകയാണ് 2047. വിദേശ രാജ്യങ്ങളിലെ ആൾക്കാർ സുഖിക്കുന്ന പോലെ നമുക്കങ്ങ് സുഖിക്കണം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.